ദശകം 42 ശകടാസുരവധം. കഥാഭിജന്മക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാഃ മഹാനസസ്ത്വാം സവിധേ നിദായസ മഹാനസാദോ വവൃതേ വ്രജേശ്വരീ. അല്ലയോ പ്രഭോ, ഒരിക്കൽ അങ്ങയുടെ ജന്മനാളിൽ ബന്ധുക്കൾ, സ്ത്രീകൾ, ബ്രാഹ്മണർ എന്നിവരെ ക്ഷണിച്ചവളായ യശോദ അങ്ങേ ഒരു വലിയ ശകടത്തിൻ്റെ സമീപത്തിൽ കിടത്തിയിട്ട് അടുക്കളയിലെ പണിയിലും മറ്റുമായി വ്യാപരിച്ചു. തതോ ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഃ വിമിശ്രമശ്രാവിഭവത് സമീപതഃ പരിസ്ഫുടദ്ദാരുചടച്ചടാരവഃ. അനന്തരം അങ്ങയുടെ സമീപത്തു നിന്ന് അങ്ങയെ നോക്കി രക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തപ്പെട്ടിരുന്ന കുട്ടികളുടെ അതിഭയം നിമിത്തമുണ്ടായ നിലവിളി ബഹളങ്ങളോടുകൂടി ചേർന്ന വിധത്തിൽ പൊട്ടിത്തെറിക്കുന്ന മരക്കഷ്ണങ്ങളുടെ ചടചട ശബ്ദവും കേൾക്കപ്പെട്ടു. തതസ്തഥാ കർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാവ്രജാംഗനാഃ ഭവന്തമന്തർദൃശു സമന്തദോ വിനിഷ്പതദ്ദാരുണദാരുമദ്യഗം. അനന്തരം ആ ശബ്ദം കേട്ടതുമൂലമുണ്ടായ സംഭ്രമത്താലും ഓടിയെത്തുന്നതിലുള്ള അധ്വാനത്താലും ഇളകുന്ന കനത്ത സ്തനങ്ങളോടുകൂടിയ ഗോകുലത്തിലെ സ്ത്രീകൾ ഗൃഹത്തിനുള്ളിലായി ചുറ്റും ചിതറിക്കിടക്കുന്ന ഭയങ്കരങ്ങളായ മരക്കഷ്ണങ്ങളുടെ മധ്യത്തിൽ കിടക്കുന്ന അങ്ങയെ കണ്ടു. ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം പ്രദാവ്യനന്ദ പശുപാസ്തഭൂസുരാഃ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാഃ. നന്ദഗോപരും മറ്റ് ഗോപന്മാരും ബ്രാഹ്മണരും അയ്യോ, കുട്ടിക്ക് എന്തു സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയപ്പോൾ യശോദയാൽ കൈകളിലെടുക്കപ്പെട്ട അങ്ങയെ കണ്ടിട്ട് ആനന്ദബാഷ്പത്താൽ നനഞ്ഞ കണ്ണുകളോടുകൂടിയവരായി ആശ്വാസത്തെ പ്രാപിച്ചു. കസ്കോനു കൗതസ്കുത ഏഷ വിസ്മയോ വിസങ്കടം യച്ഛകടം വിപാഠിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാഃ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാഃ. ഈ അത്ഭുതം ഏതൊരു പ്രകാരത്തിലുള്ളതാണ്, എന്തു കാരണം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്തെന്നാൽ വലിയതായ ഈ ശകടം ഛിന്ന ഭിന്നമാക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ കാരണമായി ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അവരവരുടെ മൂക്കിന്മേൽ വിരൽ വെച്ചുകൊണ്ട് അങ്ങയെ തന്നെ നോക്കുന്നവരായി നിലകൊണ്ടു. കുമാരകസ്യാസ്യ പയോധരാർത്ഥിന പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപദ്യഗാഃ ദിദീശതേ ബാലകാ ജഗുഃ. മുല കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ശിശുവിൻ്റെ കരച്ചിലിനിടയിൽ കുടഞ്ഞുകൊണ്ടിരുന്ന പദാംബുജത്താൽ താടിക്കപ്പെട്ടതായിട്ട് ശകടം മറിഞ്ഞു വീണു. എന്നാൽ കാണപ്പെട്ടു എന്നിങ്ങനെ. അല്ലയോ ജഗന്നാഥ, എന്താ ഇങ്ങനെ ഉണ്ടായതെന്ന് അങ്ങയെ നോക്കി രക്ഷിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പറഞ്ഞു. ബിയാ തഥാ കിഞ്ചിദ ജാനതാമിദം കുമാരകാണാമതിദുർഘടം വജ ഭവത്പ്രഭാവാവിതുരൈരിതീരിതം മനാഗിവാശങ്ക്യദൃഷ്ടപൂതനൈഃ. ആ സമയത്ത് ഭയം കാരണം ഒന്നും തന്നെ അറിയാത്തവരായ കുട്ടികളുടെ വാക്ക് കൂട്ടിയിണക്കാൻ വളരെ പ്രയാസമുള്ളത് തന്നെ എന്നിങ്ങനെ അങ്ങയുടെ മാഹാത്മ്യം ഒട്ടും തന്നെ അറിയാത്ത ആളുകളാൽ പറയപ്പെട്ടു. പൂതനയെ കണ്ടിട്ടുള്ളവരാലാകട്ടെ കുറഞ്ഞൊന്ന് ശങ്കിക്കപ്പെടുകയും ചെയ്തു. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യൗനുകരൗ വിരോചിതൗ ഇതി പ്രസർപ്പത്കരുണാതരംഗിതാഃ ത്വദംഗമാപസ്പൃശുരംഗനാജനാഃ. തളിരിൻ്റെ ചുവപ്പു നിറമാർന്ന കാലടി മുറിഞ്ഞുവോ, ചെന്താമരപ്പൂക്കൾ പോലെ മനോഹരമായ കൈകൾ പൊട്ടിയോ എന്നു പറഞ്ഞുകൊണ്ട് വർദ്ധിച്ച അനുകമ്പയാൽ തരള ഹൃദയകളായി തീർന്ന ഗോപസ്ത്രീകൾ അങ്ങയുടെ ദേഹത്തിൽ പതുക്കെ തലോടി. അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാതമദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗം
മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഠക. ഇന്ന് ജഗദീശ്വരൻ്റെ കൃപാതരംഗം എന്നിൽ പതിയുക നിമിത്തം നന്നായി പരിപാലിക്കപ്പെട്ട എൻ്റെ പൂതനെ ഇങ്ങോട്ട് തന്നാലും. ഇന്ന് ജഗദീശ്വരൻ്റെ കൃപാതരംഗം എന്നിൽ പതിയുക നിമിത്തം നന്നായി പരിപാലിക്കപ്പെട്ട എൻ്റെ പുത്രനെ ഇങ്ങോട്ട് തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപൻ അങ്ങയെ കയ്യിലെടുത്ത് രോമാഞ്ചകഞ്ചുകനായി അങ്ങയുടെ ശരീരത്തെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. അനൂനിലീനക്കിലഹന്തുമാഗതഃ സുരാരിരേവം ഭവതാ വിഹിംസിതഃ രജോഭിനോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ശകടത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് വധിപ്പാനായി വന്നവനായ അസുരൻ ഇപ്രകാരം അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടവനായല്ലോ. ഇവൻ്റെ പൊടി പോലും എവിടെയും കാണപ്പെട്ടില്ല. അതെങ്ങനെ സംഭവിച്ചു? നിശ്ചയമായും അവൻ ശുദ്ധസത്വമൂർത്തിയായ അങ്ങയിൽ ലയിച്ചുപോയി. പ്രപൂചിതൈസ്തത്ര തദോ ദ്വിജാദിഭിർ വിശേഷദോ ലംബിതമംഗളാശിഷഃ വ്രജം നൃജേർബാല്യരസേർവിമോഹയൻ മരുത്പുരാധീശരുജാം ജഹീഹിമേ. അനന്തരം അവിടെ നന്നായി സൽക്കരിക്കപ്പെട്ട ബ്രാഹ്മണരാൽ പ്രത്യേകമായ മംഗളാശിസ്സുകളാൽ ആശീർവദിക്കപ്പെട്ടവനും തൻ്റെ ബാല്യലീലകളാൽ ഗോപവാടത്തെ ആനന്ദത്തിൽ ആറാടിച്ചവനുമായ അങ്ങ്, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.